السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد فاتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളും ഗുണവിശേഷണങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പഠനത്തിൻ്റെ തുടർ ക്ലാസ്സുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഫിഖ്ഹുൽ അസ്മാഇ വൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളുടെ കർമ്മശാസ്ത്രം എന്ന അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് രചിച്ച പുസ്തകമാണ് നമ്മൾ വായിക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അടുത്ത ഒരു ഭാഗം എന്നുള്ളത് അത്തഹ്ദീറു മിൻ ബഅദിൽ മസാലിക്കിൽ മുൻഹരിഫ ഫി ബാബിൽ അസ്മാഇ അൽ ഹുസ്ന. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിൽ ചില ആളുകൾക്ക് ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്നിടത്ത്, അത് പ്രയോഗിക്കുന്നിടത്തൊക്കെ ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ പിഴവുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൊതുവിൽ ദീനി വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അറിവുണ്ടാകണം എന്നത് അനിവാര്യമാണ്. എന്നാൽ ദീനി വിഷയങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റുള്ള വിഷയങ്ങളെക്കാളും കൂടുതൽ അറിവുണ്ടാകണം. കാരണം അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുക എന്നത് ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിൽ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ശിക്ഷയുടെ അളവും വർദ്ധിക്കും എന്നുള്ളതാണ്. എന്നാൽ ദീനിൻ്റെ മറ്റു മേഖലകൾ, കർമ്മപരമായ മേഖലകൾ, അതിലറിയാത്തത് സംസാരിക്കുകയാണെങ്കിൽ അതിന് ശിക്ഷയുണ്ടാകും. എന്നാൽ അതേ സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്ന ഗൗരവം ഏതിനുണ്ടാവുകയില്ല? കർമ്മശാസ്ത്ര വിഷയത്തിന് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. കാരണം അള്ളാഹുവിൻ്റെ പേരുകൾ എന്നത് മറ്റുള്ള ആളുകളുടെ പേര് പോലെയല്ല. അള്ളാഹുവിൻ്റെ പേരിന് അതിൻ്റെതായ സ്ഥാനം എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ നൽകേണ്ടതുണ്ട്. അൽ ഖതഉ ഫീഹാ ഇൻഹിറാഫുൻ വദലാലുൻ വൽ ഗലതു ഫീഹാ സയ്യിഗുൻ വഇൽഹാദുൻ. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നടക്കുന്ന തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വഴികേടാണെന്നാണ്, അത് വലാലത്താണ്, അത് വമ്പിച്ച പാതകമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചില ആളുകൾ ഇതിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കാതെ, അതായത് അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ വിഷയത്തിൽ അത് സംസാരിക്കുന്ന സമയത്ത് അറിവുണ്ടാകണം, അറിവിന് അനുസൃതമായി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, ഖുർആനും സുന്നത്തും അനുസരിച്ച് മാത്രമേ അള്ളാഹുവിൻ്റെ ഇസ്മിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ പാടുള്ളൂ എന്നൊന്നും അറിയാതെ ചില ആളുകൾ ഇത്തരം വിഷയത്തിൽ ഇടപെടുകയും അങ്ങനെ ഇടപെട്ടിട്ട് പല പ്രശ്നങ്ങളും എന്ത് ചെയ്യാറുണ്ട്? സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ പൊതുവിൽ ആരും അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തേതായി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ജനങ്ങൾക്കിടയിൽ ചില ആളുകൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ വെച്ചുകൊണ്ട് ഇന്ന നാമത്തിന് ഇന്ന രോഗം ശിഫയാകും, ഇന്ന നാമം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന രോഗത്തിന് ശിഫയാണ് എന്നിങ്ങനെ ചില ആളുകൾ നിർണയിക്കാറുണ്ട്. ആ നിർണയം ശരിയല്ല എന്നുള്ളതാണ്. ഏത് ഹദീസിലും എന്ത് ചെയ്തിട്ടില്ല, ഖുർആനിലോ ഹദീസിലോ പ്രാമാണികമായി എവിടെയും ഇന്ന നാമം ഇന്നയാവർത്തി ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ ഇന്ന രോഗത്തിൽ നിന്ന് ശിഫയുണ്ടാകും എന്ന് വന്നിട്ടില്ല. ചില ആളുകൾ പൊതുവെ ഈ സാധാരണക്കാർക്ക് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് അത്ഭുതമായിരിക്കും. ഇന്ന നാമം ഇത്ര വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇന്ന ഗുണമുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? പാവങ്ങൾ പറയും. പക്ഷെ അത് പിന്നീടാണ് ബോധ്യപ്പെടുക, ഇതിനെന്തില്ല, ഖുർആനും സുന്നത്തും ഇതിനൊരു തെളിവുമില്ല, ഇത് ആളുകൾ ഇങ്ങനെ പഠിച്ചുണ്ടാക്കിയതാണ് എന്ന്. അപ്പം അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വതആലയോ റസൂലോ അങ്ങനെ നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഫലി അംറാദിൽ ഐനി ഇസ്മുൻ വലി അംറാദിൽ ഉദുനി ഇസ്മുൻ വലി അംറാദിൽ ഇളാമി ഇസ്മുൻ വലി അംറാദിൽ റഅസി ഇസ്മുൻ. ചില ആളുകൾ പറയുന്നത് തലവേദനക്കൊരു പേര്, ഇനി അതല്ല എല്ലുവേദനക്ക്, അതല്ലെങ്കിൽ മറ്റു കണ്ണിന് ബാധിക്കുന്ന, ചെവിക്ക് ബാധിക്കുന്ന, ഇതിനൊക്കെ ഓരോ പേരുകൾ വെച്ച് അതിങ്ങനെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. അത് ശരിയല്ല എന്നുള്ളതാണ്. രണ്ട് കാരണങ്ങളാണ് ഇത് തെറ്റാണ് എന്ന് പറയാനുള്ളത്. ഒന്നാമത്തേത് ഇദ്ഖാലുൻ നാസി ഫീ ഹാദൽ അമലിൽ മുഹ്ദസ്
ഗൈറുൽ മശ്റൂഅ്. ഒരു അമൽ സ്ഥിരപ്പെടണമെങ്കിൽ, ഇന്ന വിഷയത്തിൽ ഇന്ന ദിക്ർ പറഞ്ഞാൽ ഇന്നത് ലഭിക്കും എന്ന് പറയണമെങ്കിൽ അത് ആര് സൂചിപ്പിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കണം. അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ വരണം. അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല? വിശുദ്ധ ഖുർആനിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത് ശുഗുലുൻ നാസി അനിൽ അദ്കാരിൽ മഅ്സൂറ വറുഖൽ മശ്റൂഅ ഫിൽ കിതാബി വസ്സുന്ന. കിതാബിലും ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ടു വന്ന മന്ത്രങ്ങൾ, സ്ഥിരപ്പെട്ടു വന്ന ദിക്റുകൾ, ഇതിൽ നിന്നൊക്കെ ആളുകളെ തെറ്റിക്കുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം. അത് പാടില്ലതാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമുക്ക് ചെയ്യാൻ മാത്രം ഒരുപാടുണ്ട് എന്നുള്ളതാണ്. സ്ഥിരപ്പെട്ട ദിക്റുകളാകട്ടെ, സ്ഥിരപ്പെട്ട മന്ത്രങ്ങളാകട്ടെ, അതൊക്കെ ഒരുപാടുണ്ട്. എന്നാൽ അതൊക്കെ മാറ്റി നിർത്തി പലപ്പോഴും ജനങ്ങൾക്ക് ആകർഷണീയമായി തോന്നുന്നത്, പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സ്വാധീനമുണ്ടാകുന്നത് ഇന്നതൊക്കെയാണ് എന്ന് പിശാച് എന്ത് ചെയ്യാണ്? തോന്നിപ്പിക്കാൻ. അത് എപ്പോഴും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അത് വമ്പിച്ച പ്രതിഫലമുള്ള പ്രവർത്തനങ്ങളായിരിക്കും. എന്നാലും എന്ത് ചെയ്യുന്നില്ല? അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് ആലോചിക്കാതെ, അതല്ലെങ്കിൽ അതിങ്ങനെ പറഞ്ഞ് ശീലിച്ചതിന് ശേഷം അതിൻ്റെ പ്രതിഫലം മറന്നു പോയിട്ട് എന്ത് ചെയ്യാണ്? അതിൻ്റെ ഗൗരവം ആളുകൾ മറക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നല്ല ഗൗരവം നമുക്കുണ്ടാകണം, പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെയും വിശേഷണത്തിൻ്റെയും വിഷയത്തിലായതുകൊണ്ട് തന്നെ. രണ്ടാമത്തേത് വ്യാപകമായി സംഭവിക്കുന്ന തെറ്റാണ്. അതായത് ചില ആളുകൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അള്ളാഹിൻ്റെ പേരുകൾ ചില ആളുകൾ കാറിൽ അതല്ലെങ്കിൽ വീട്ടിലൊക്കെ എന്ത് ചെയ്യും? കെട്ടിത്തൂക്കും. അള്ളാഹിൻ്റെ 99 പേരുകൾ എന്ന് പറഞ്ഞിട്ട് ഒന്നുകിൽ കാറിലായിരിക്കും, അല്ലെങ്കിൽ വീടിൽ ഏതെങ്കിലും ഒരു മൂലക്ക് എന്ത് ചെയ്യും? ഇതിങ്ങനെ തൂക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഇതിന് ഹുക്മ് നൽകപ്പെടും. ഒരാളുടെ ഉദ്ദേശം കണ്ണേറ് നീങ്ങുക, അതല്ലെങ്കിൽ അസൂയ നീങ്ങുക, ഇങ്ങനെയുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് ശരിയല്ല എന്നുള്ളതാണ്. അതെന്ത് ചെയ്യും? അത് ചെറിയ ഷിർക്കിലേക്ക് വരെ എത്താൻ സാധ്യതയുണ്ടെന്നാണ്. കാരണം അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല? അങ്ങനെ ഒരു കാരണമാക്കി വെച്ചിട്ടില്ല. കണ്ണേറിനുള്ള ചികിത്സയായിട്ട് പഠിപ്പിക്കപ്പെട്ടത് എന്താ? ദിക്റുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അത് ചൊല്ലുക എന്നുള്ളതാണ്. ഇനി ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു പുതിയ കാരണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹു കാരണമാക്കാത്ത ഒന്നിനെ നമ്മൾ കാരണമാക്കാൻ പാടില്ല. അതുകൊണ്ട് കാറിൽ കെട്ടിത്തൂക്കുന്ന ആളുകൾ, അള്ളാഹിൻ്റെ നാമങ്ങളൊക്കെ കാറിൽ കെട്ടിത്തൂക്കുന്ന ആളുകൾ പലപ്പോഴും അവർ വിചാരിക്കുന്നത് ഇതൊക്കെ എന്ത് ചെയ്യും? ഒരു ആക്സിഡൻറ്റിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ടുള്ളതാണ്, അതല്ലെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ കണ്ണീർ ബാധിക്കുകയില്ല, ഇത് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ അസൂയ ബാധിക്കുകയില്ല എന്നൊക്കെ വിചാരിച്ച് വെക്കുന്ന ആളുകളുണ്ട്. അതെന്തല്ല? അത് അള്ളാഹുവിൻ്റെ നാമത്തോടുള്ള ആദരവല്ല, മറിച്ച് അനാദരവാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹിൻ്റെ നാമത്തെ ആദരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെയാണ് എന്ത് ചെയ്യേണ്ടത്? ആദരിക്കേണ്ടത്. അതല്ലാതെ നമുക്കിങ്ങനെ തോന്നുകയാണ് ഇങ്ങനെയാണ് ആദരിക്കേണ്ടത്, ഈ രൂപത്തിലാണ്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ രൂപത്തിലേക്കല്ല നമ്മൾ തിരിയേണ്ടത് എന്നുള്ളതാണ്. മൻ തഅല്ലഖ തമീമതൻ ഫലാ അതമല്ലാഹു ലഹു. ആരെങ്കിലും ഒരു ഏലസ് കിട്ടിക്കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യൂല? അള്ളാഹു ആ കാര്യം പൂർത്തീകരിച്ചു കൊടുക്കൂലാണ്. അള്ളാഹു ആ കാര്യം പൂർത്തീകരിച്ചു കൊടുക്കൂലെന്നാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ അള്ളാഹു പറയാത്ത രൂപത്തിൽ ഒരു കാരണം സ്വീകരിച്ച് അവനൊരു ലക്ഷ്യം നേടിയെടുക്കണമെന്ന് വിചാരിക്കുന്നു. ആ ലക്ഷ്യം എന്ത് ചെയ്യൂല? അള്ളാഹു അവന് പൂർത്തീകരിച്ചു കൊടുക്കുകയില്ല എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് തന്നെ അത്തരം നാമങ്ങൾ തൂക്കി വെക്കുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ശ്രദ്ധയുണ്ടാകണം. നാമങ്ങൾ തൂക്കി വെക്കാനുള്ളതല്ല, മറിച്ച് അത് ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ളതാണ്. അത് കൃത്യമായി പഠിക്കുകയും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. മൂന്നാമത്തേത്, ഇത് ചില പള്ളികളിലൊക്കെ കണ്ടുവരാറുണ്ട്. നല്ല സുന്ദരമായ ബോർഡുകൾ എന്ത് ചെയ്യും? എഴുതി തൂക്കി അതിങ്ങനെ ആളുകളൊക്കെ കാണുന്ന രൂപത്തിൽ നല്ല രസത്തിൽ അതിനെ വരക്കുന്ന, അത് പലപ്പോഴും അങ്ങനെ എഴുതി തൂക്കുന്ന പല പള്ളികളിലും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പണ്ഡിതന്മാരൊക്കെ പറയുന്നത് അമ്മാ തഅ്സീറുഹാ അലൽ ഖുലൂബി ഖുവ്വത്തുൻ ഫിൽ ഈമാനി വസലാഹൻ ഫിൽ അമൽ ഫഹുവ അംറുൻ ആഖർ ലാ യതഹഖഖു ബിമിസ്ലി ഹാദൽ അമൽ ഗൈറുൽ മശ്റൂഅ്. അതും പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല എന്ന്. അതും എന്ത് ചെയ്തിട്ടില്ല? പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവർക്കത് ചെയ്യാമായിരുന്നു. അള്ളാഹിൻ്റെ നാമങ്ങളെടുത്ത് എഴുതി അത് കല്ലുകളിലോ അതല്ലെങ്കിൽ പലകളിലോ ഒക്കെ എഴുതി അവർക്കും തൂക്കാമായിരുന്നു. അവരെന്ത് ചെയ്തിട്ടില്ല? അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ പോലും നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. എന്നിട്ട് ചില ആളുകൾ പറയുന്നത് അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ആ പേര് കാണുമ്പോഴേയും ഒരു ഈമാൻ ഉണ്ടാവും, അതല്ലെങ്കിൽ ആളുകൾക്ക് നല്ല അമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രേരണ ഉണ്ടാകും. പല എഴുത്തുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ എഴുത്ത് മനസ്സിലാകാത്ത കോലത്തിലാണ് ഉണ്ടാകുക. ആയത്തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യൂല? ഒരു നിലക്കും മനസ്സിലാകാത്ത രൂപത്തിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇത് മനസ്സിലാകുന്നത് ആർക്ക് മാത്രമായിരിക്കും?
എഴുത്തിനെ കുറിച്ചൊക്കെ അറിവുള്ള ഒരാൾക്ക് മാത്രമേ ചിലപ്പോൾ ആ ആയത്ത് മുഴുവനായി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത് ഒരു സ്വാധീനം ഉണ്ടാക്കൂല. അത് മാത്രമല്ല, അതിൽ നമുക്ക് അത് കണ്ടത് കൊണ്ട് എന്ത് ഈമാനാണ് നമുക്കുള്ളത്? ഒരു ഈമാനും ചെയ്യുന്നില്ല, അത് നമുക്ക് നൽകുന്നില്ല. അതുകൊണ്ട് അങ്ങനെ അള്ളാഹിൻ്റെ പേരുകൾ നല്ല രസത്തിൽ ബോർഡുകളിൽ എഴുതി അലങ്കാര വസ്തുക്കളാക്കി വെക്കാനുള്ളതല്ല. അത് ഇനി പള്ളിയിൽ അത്തരത്തിൽ പലപ്പോഴും വെക്കപ്പെടാറുണ്ട്. അത് ശരിയായ രീതിയല്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത്. നാലാമത്തേത് ഈ വിഷയത്തിൽ പറ്റിയ അപജയം ഇഹ്സാഇന്റെ വിഷയത്തിലാണ്. നമ്മൾ പറഞ്ഞു ഇന്ന ലില്ലാഹി തിസ്അതൻ വതിസ്ഈന ഇസ്മ, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. മൻ അഹ്സാഹാ ദഖലൽ ജന്ന, ആരെങ്കിലും അത് ഇഹ്സാ ചെയ്താൽ, അത് മനഃപ്പാടമാക്കി, അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടു, അതനുസരിച്ച് പ്രവർത്തിച്ചു, അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണെന്ന്. എന്നാൽ ചില ആളുകൾ ധരിച്ചു വെച്ചത് ഇഹ്സാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാമങ്ങൾ എന്ത് ചെയ്യലാണ്, ഈ നാമങ്ങൾ ഇങ്ങനെ ആവർത്തിക്കലാണെന്നാണ് ചില ആളുകൾ വിചാരിച്ചത്. ഈ നാമങ്ങൾ എന്ത് ചെയ്യുക, വൈകുന്നേരമാകുമ്പോൾ ഇന്ന അള്ളാൻ്റെ നാമം എന്ത് ചെയ്യുക, ഇത്ര വട്ടം പറയാം. അതല്ലെങ്കിൽ ഒറ്റയടിക്ക് അള്ളാൻ്റെ നാമങ്ങൾ പറഞ്ഞു തീർക്കുക. ഇനി രാവിലെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അള്ളാഹുവിൻ്റെ നാമങ്ങൾ ആദ്യം മുതലേ പറഞ്ഞു തീർക്കുക. ഇങ്ങനെ കരുതിയ ചില ആളുകളുണ്ട്. അതും ശരിയല്ല എന്നുള്ളതാണ്. എന്താണ് ഇഹ്സാ എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് ഇഹ്സാ എന്നത് പണ്ഡിതന്മാർ വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ പറയാം ഇഹ്സാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഉദ്ദേശം അത് മനഃപ്പാടമാക്കലാണ്. ആ നാമങ്ങൾ മുഴുവനും ചെയ്യാം മനഃപ്പാടമാക്കുക. രണ്ടാമത്തേത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, എന്താണ് അതിൻ്റെ അർത്ഥം എന്നത് ഉൾക്കൊള്ളുക. മൂന്നാമത്തേത് ആ അർത്ഥത്തിനനുസരിച്ച് ജീവിക്കുക. ആ അർത്ഥത്തിനനുസരിച്ച് ആ അർത്ഥം തേടുന്ന തേട്ടം എന്താണോ അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുക. ഇത് 3 എണ്ണമാണ് ഇഹ്സായിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതല്ലാതെ ഇഹ്സാഇൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഇഹ്സാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ പറയലാണ് എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. അത് ശരിയല്ല. കുല്ലു ഹാദാ അമലുൻ മുഹ്ദസുൻ ലാ ദലീല അലാ മശ്റൂഇയ്യതിഹി, എല്ലാം പുത്തനാചാരമാണ്, അതിന് യാതൊരു തെളിവുമില്ല എന്നാണ്. വഖദ് സബഖ ബയാനു അന്നൽ ഇഹ്സാഅ ലഹാ യകൂനു ബിഹിഫ്ളിഹാ, ഇഹ്സാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് മനഃപ്പാടമാക്കലാണ്. വഫഹ്മു മആനിഹ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കലാണ്. വദുആഉല്ലാഹി ബിഹാ, അള്ളാഹുവിനോട് അത് മുഖേന പ്രാർത്ഥിക്കലാണ്. റഹീമായ റബ്ബേ എനിക്ക് എന്ത് ചെയ്യണം, റഹ്മത്ത് നൽകണം. റാസിഖായ റബ്ബേ എനിക്ക് റിസ്ക് നൽകണം എന്നിങ്ങനെ പ്രാർത്ഥിക്കലാണ്. ആ പ്രാർത്ഥന രണ്ടാലൊരു രൂപത്തിലാണ്. ഒന്നുകിൽ ദുആഉൽ ഇബാദയാണ്, അതല്ലെങ്കിൽ ദുആഉൽ മസ്അലയാണ്. ദുആഉൽ ഇബാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബാദത്ത് ചെയ്യാം, നോമ്പ് വെക്കുക, സദഖ കൊടുക്കുക, നിസ്കരിക്കുക, ആളുകളോട് നല്ല നിലയിൽ പെരുമാറുക. ദുആഉൽ മസ്അല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് അനുസരിച്ച് ചോദിക്കുക. നമുക്ക് എന്താണോ ആവശ്യമുള്ളത് ആ ആവശ്യം മുൻനിർത്തി അത് അള്ളാഹുവിൻ്റെ ഏത് പേരിനോടാണോ യോജിക്കുന്നത് ആ പേരിലേക്ക് ചേർത്തി അള്ളാഹുവിനോട് ചോദിക്കുന്നതിനെയാണ് ദുആഉൽ മസ്അല എന്ന് പറയുക. ഇനിയിവിടെ ചില ആളുകൾ ഇതേ വിഷയത്തിൽ ചില ആളുകൾ ഇതിൽ അതിര് കവിയുന്നുണ്ട്. അള്ളാഹിൻ്റെ നാമത്തിൻ്റെ വിഷയത്തിൽ ചില ആളുകൾ ഓവറാകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. അവർ പറയുന്നത്, പ്രത്യേകിച്ചും ഈ സൂഫിയാക്കളൊക്കെ പറഞ്ഞു വെക്കാറുള്ളത്, ഓരോ നാമത്തിനും ഒരു പ്രത്യേകത ഉണ്ടെന്നാണ്. നമുക്കറിയാത്ത രഹസ്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. ആ നാമത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ രഹസ്യം കിട്ടും. ആ രഹസ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ സൂഫിയാക്കൾ ഇങ്ങനെ ആളുകളെ പറഞ്ഞെന്ത് ചെയ്യാറുണ്ട്, ആളുകൾ പറഞ്ഞിട്ട് അവരെ ചാക്കിലാക്കുന്ന പരിപാടി. ആളുകളോട് പറയും ഇന്ന ഇസ്മിന് എന്തുണ്ട്, ഇന്ന പ്രത്യേകത ഉണ്ട്, അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ നമ്മൾ ആവർത്തിച്ച് ദിക്റായി ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മെ സേവിക്കാൻ ഒരു റൂഹ് എന്ത് ചെയ്യും, ഒരു റൂഹ് വരും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗൈബ് മനസ്സിലാക്കാൻ പറ്റും, ആളുകളുടെ കളഞ്ഞുപോയ വസ്തുക്കൾ അതെവിടെയെന്ന് തിരിച്ചറിയാൻ പറ്റും എന്നിങ്ങനെ എന്ത് ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞ് ആളുകൾ എന്ത് ചെയ്യും, ഇദ്ദേഹം ഇങ്ങനെ ഒരുപാട് അള്ളാൻ്റെ പേരുകളിലൊക്കെ ഭയങ്കര അതീവമായ പാണ്ഡിത്യമുള്ള ആളാണ്, ജ്ഞാനമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നിൽ കൂടുന്ന അവസ്ഥ ഉണ്ടാകും. അത് സൂഫിയാക്കൾ ഉണ്ടാക്കിയതാണ്. ഓരോ പേരിനും എന്തുണ്ട്, അതിൻ്റെ ഉള്ളിൽ നമുക്കറിയാത്ത രഹസ്യങ്ങളുണ്ട്, ആ രഹസ്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചെല്ലണം എന്നൊക്കെ പറഞ്ഞ് അതിര് കവിയുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട്. അതും എന്തല്ല, ശരിയല്ല എന്നുള്ളതാണ്. അഞ്ചാമത്തേത്, അവൻ്റെ ഇബാദത്തിലും വിളിയിലും ആ ഇസ്മിലേക്ക് തിരിയാം. നമ്മൾ അള്ളാഹുവിൻ്റെ നാമം മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹുവിനോടാണ്. ആ ഇസ്മിനോടാണോ പ്രാർത്ഥിക്കേണ്ടത്? അല്ല, ആ പേരിനോടല്ല എന്ത് ചെയ്യേണ്ടത്,
പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇദ്ലാ യജൂസു ലി അഹദിൻ അൻ യഖൂല, ഒരാൾക്കും പറയൽ അനുവദനീയമല്ല അബദ്തു ഇസ്മ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിൻ്റെ ഇന്ന നാമത്തിന് ഇബാദത്ത് ചെയ്തു എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല. ഔ സജദ്തു ലിസ്മി റബ്ബി, റബ്ബിൻ്റെ ഇന്ന നാമത്തിന് ഞാൻ എന്ത് ചെയ്തു? സുജൂദ് ചെയ്തു എന്നൊന്നും പറയാൻ പാടില്ല. യാ ഇസ്മ റബ്ബി, ഓ റബ്ബിൻ്റെ ഇന്ന നാമമേ, ഇർഹംനി, എനിക്ക് റഹ്മത്ത് നൽകണേ എന്ന് പറഞ്ഞാലോ? പാടില്ല. നമ്മൾ ചോദിക്കേണ്ട ആരോടാണ്? അള്ളാഹുവിനോടാണ്. അള്ളാഹുവിൻ്റെ നാമത്തോടല്ല ചോദിക്കേണ്ടത്. അപ്പൊ റഹ്മാൻ എന്ന് പറയുമ്പോഴും റഹ്മാൻ എന്ന നാമം നീ എനിക്ക് ഇന്നത് നൽകണം എന്നാണോ ചോദിക്കേണ്ടതല്ല. റഹ്മാനായ റബ്ബേ, റഹ്മാനായ അള്ളാഹുവേ എന്ന് പറഞ്ഞ അള്ളാഹുവിനോടാണ് എന്ത് ചെയ്യേണ്ടത്? ചോദിക്കേണ്ടത്. ആറാമത്തേത്, അള്ളാഹുവിൻ്റെ സിഫത്തിനോടും തേടാൻ പാടില്ല. അള്ളാഹുവിൻ്റെ സിഫത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ ഇസ്മിനും എന്തുണ്ട്? സിഫത്തുണ്ട്. എല്ലാ ഇസ്മിനും സിഫത്തുണ്ട്. റഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സിഫത്താണുള്ളത്? റഹ്മത്ത് എന്നുള്ള സിഫത്ത്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഒരാൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് പകരം ചോദിക്കുകയാണ് യാ റഹ്മത്തല്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്തെ, അല്ലെങ്കിൽ യാ മഗ്ഫിറത്തല്ലാ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തെ, എനിക്കെന്ത് ചെയ്യണം? ഇന്നത് തരണം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. റഹീമായ റബ്ബേന്ന് എന്ത് ചെയ്യാം? ചോദിക്കാം. അതല്ലാതെ ആ റഹീമിലടങ്ങിയ സിഫത്ത്, ആ സിഫത്തിനോട് ചോദിക്കാൻ പാടില്ല. അപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ യാ റഹീം, യാ റഹ്മാൻ, യാ റസ്സാഖ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ നാമമല്ല എന്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഇനി ഏഴാമത്തേത്, ചില ആളുകൾക്ക് ഈ വിഷയത്തിൽ സംഭവിച്ച അപജയം, അബ്ദ് എന്നത് ആരിലേക്ക് മാത്രമേ കൂട്ടിച്ചേർത്ത് പറയാൻ പാടുള്ളൂ? അള്ളാഹുവിലേക്ക് മാത്രം. ചില ഉപ്പമാര് പേരിടുന്ന സമയത്ത് ഈ അബ്ദ് ആരിലേക്ക് കൂട്ടിച്ചേർത്ത് പറയും? അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിലേക്ക് കൂട്ടിച്ചേർത്ത് പറയും. അത് അപകടമാണ്. പ്രത്യേകിച്ചും ഈ പഴയകാല ആളുകളുടെ പേരുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അബ്ദ് എന്ന് പേരുണ്ടാവും. എന്നിട്ട് അബ്ദ് എന്ന് പേരിട്ട് കഴിഞ്ഞാൽ അതിന് ശേഷം അള്ളാഹിൻ്റെ ഇസ്മ കൊടുക്കേണ്ടത്. കാരണം അബ്ദ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അടിമ എന്നാണ്. അപ്പൊ ആരുടെ അടിമ എന്നേ പറയാൻ പറ്റുള്ളൂ? അള്ളാഹിൻ്റെ ഏതെങ്കിലും നാമം വെച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. എന്നാ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് നല്ല രസമുള്ള പേരല്ലേ എന്ന് പറഞ്ഞിട്ട് അബ്ദ് ചേർത്തിട്ട് വിളിക്കും. പക്ഷെ അള്ളാഹുവിനാണെങ്കിൽ അങ്ങനെ പേരും ഉണ്ടാകൂല. അപ്പം അത് പാടില്ല എന്നുള്ളതാണ്. അത് പാടില്ല. അത് അള്ളാഹുവിൻ്റെ നാമത്തെ അനാദരിക്കുന്നതിന് തുല്യമാണ്. ആദരിക്കുന്നതിലല്ല അത് ഉൾപ്പെടുക, അത് അനാദരവാണെന്നാണ്. ഉദാഹരണത്തിന് അബ്ദുൻ നബി, നബിയുടെ അടിമ എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല, ശിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ആരുടെ അടിമയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയാണ്. അതുകൊണ്ട് തന്നെ അത്തരം പേരുകൾ ഇടുമ്പോൾ വളരെയധികം ശ്രദ്ധ ഉണ്ടാക്കണം. അതേപോലെ തന്നെ അബ്ദുൽ കഅബ, കഅബയുടെ അടിമ പറയാൻ പാടില്ല. അബ്ദു ഉമർ, ഉമറിന്റെ അടിമ പറയാൻ പാടില്ല. അതൊക്കെ റുബൂബിയത്തിലും ഉലൂഹിയത്തിലും വരുന്ന ശിർക്കാണ്. റുബൂബിയത്തിലും വരുന്ന ശിർക്കാണ്, ഉലൂഹിയത്തിലും വരുന്ന ശിർക്കാണ്. അപ്പൊ ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ പേരുണ്ടെങ്കിൽ അവനല്ല എന്ത് തെറ്റുകാരൻ, മറിച്ച് ആരായിരിക്കും? മാതാപിതാക്കളായിരിക്കും ആ തെറ്റ് വഹിക്കേണ്ടി വരിക എന്നാണ്. അതുകൊണ്ട് തന്നെ പേരിടുന്ന സമയത്ത് നല്ല ശ്രദ്ധിച്ച് അത് ശറഈന് വിരുദ്ധമാകുന്നുണ്ടോ എന്നൊക്കെ അറിയുന്ന ആളുകളോട് ചോദിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? പേരിടേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ അല്ല എങ്കിൽ ഇങ്ങനെ ഷിർക്കിലേക്ക് എത്തുന്ന അവസ്ഥ വരെ ഉണ്ടാകും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധ ഉണ്ടാകണം. എന്നാൽ അതേ സമയത്ത് ഇങ്ങനെ പേര് വിളിക്കുന്ന ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വേവലാതി പറയുന്ന ചില വരികൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളാണ് സ്നേഹിക്കുന്നത്, റസൂലിനെ ഞങ്ങളാണ് ആദരിക്കുന്നത്, ഞങ്ങളാണ് റസൂലിൻ്റെ ആളുകൾ, ഞങ്ങളാണ് സ്വലാത്തിൻ്റെ ആളുകൾ, ഞങ്ങളാണ് സ്വലാത്ത് മജ്ലിസ് നടത്തുന്നത് എന്നൊക്കെ പറയുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിക്കുന്നത് അബ്ദുകൽ മിസ്കീൻ, റസൂലെ നിന്റെ മിസ്കീനായ അടിമയാണ് ഞാൻ എന്നാണ്. അത് പറയാൻ പാടില്ല. അത് ശിർക്കാണ്, ഒരു സംശയമില്ല. കാരണം നമ്മൾ എന്താ പറയുന്നത്? റസൂലിനോട് പറയുന്നത് നിന്റെ മിസ്കീനായ അടിമയാണ് ഞാൻ എന്ന് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അള്ളാഹുവിൻ്റെ അടിമയാണ്. അതുകൊണ്ട് തന്നെ അബ്ദുകൽ മിസ്കീനു എന്നത് ഷിർക്കിന്റെ വരിയാണ്. റുബൂബിയത്തിലുമുള്ള ഷിർക്കാണ്, ഉലൂഹിയത്തിലുമുള്ള ഷിർക്കാണ്. അതുകൊണ്ട് ഗൗരവത്തിൽ എന്ത് ചെയ്യുക? അത്തരം വരികൾ ആവർത്തിക്കുന്ന ആളുകൾ ആലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ആവർത്തി സഹാബാക്കളോട് പറഞ്ഞതാണ്, ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ, ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ. നസാറാക്കൾ ഈസ ഇബ്നു മറിയമിനെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ ആരെ പുകഴ്ത്തരുത്? എന്നെ നിങ്ങൾ പുകഴ്ത്തരുത് എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നു എന്നാണ്. എന്നാൽ ഇന്ന് സംഭവിക്കുന്നതോ, നബി എന്താണോ അന്ന് തഹ്ദീർ ചെയ്തത്, നബി എന്താണോ അന്ന് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഉമ്മത്തിനെ പഠിപ്പിച്ചത്,
അത് അതേപോലെ എന്ത് ചെയ്യാണ് നടക്കുകയാണ്. അത് അതേപോലെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യരുത്, അതുകൊണ്ട് തന്നെ അതിര് കവിയുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. അതിര് കവിയാൻ പാടില്ല, അതേ സമയത്ത് ഒരു അലംഭാവവും പാടില്ല എന്നുള്ളതാണ്. നബിയുടെ പേര് കേൾക്കുന്ന സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ സാധിക്കണം. അല്ലാത്തവൻ ബഖീലാണെന്നാണ്, അവൻ പിശുക്കനാണ് എന്ന് പറയുന്നുണ്ട്. അവന്റെ കാര്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കാതിരിക്കട്ടെ എന്നവരെന്ത് ചെയ്തിട്ടുണ്ട്, ചില ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ അലംഭാവം ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ ചില ആളുകൾ സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. അതും എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഇസ്ലാം എന്നുള്ളത്, അഹ്ലുസുന്ന എന്നുള്ളത്, സലഫിയത്ത് എന്നുള്ളത് മധ്യമ നിലപാടാണ്. അതിര് കവിയുകയുമില്ല, അലംഭാവം കാണിക്കുകയുമില്ല. മറിച്ച് ശരിയായ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് മരണം വരെ സഞ്ചരിക്കുന്ന ആളുകളാണ് യഥാർത്ഥ അഹ്ലുസുന്നയുടെ ആളുകൾ. ഇനി മറ്റൊന്ന്, 8ാമത്തെ വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമഗുണവിശേഷണങ്ങളിൽ സംഭവിച്ച 8ാമത്തെ അബദ്ധം, നബിക്ക് അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ നാമങ്ങൾ എന്ത് ചെയ്യുക, നൽകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും എന്ത് കൊടുക്കാൻ പാടില്ല, അള്ളാഹിന് മാത്രം പ്രത്യേകമായ നാമങ്ങൾ ആർക്ക് പോലും കൊടുക്കരുത്, നബിക്ക് പോലും കൊടുക്കരുത് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇന്ന് നടക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ല, മറിച്ച് ഏതോ ഒരു മനുഷ്യൻ, പ്രവാചകൻ പോലുമല്ല, ഇനി അദ്ദേഹം വലിയാണോ എന്ന് പോലും സ്ഥിരപ്പെട്ടിട്ടില്ല, അങ്ങനെയുള്ള ഒരാളുടെ പേരിലേക്ക് എന്ത് ചെയ്യാണ്, അള്ളാഹുവിൻ്റെ പേര് ചേർത്ത് കൊടുക്കുന്ന ആളുകൾ, മുദബ്ബിറുൽ ആലം എന്ന് പറയുക, അതല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ എന്തൊക്കെ നാമങ്ങളുണ്ട് അതൊക്കെ ചേർത്ത് കൊടുക്കുന്ന ആളുകൾ ഒരിക്കലും പാടില്ല എന്നാണ്. അൽ അവ്വലു വൽ ആഖിർ, അതാര് മാത്രമാണ്, അള്ളാഹു മാത്രമാണ്. വേറൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റൂല, അത്തരം നാമങ്ങൾ കൊടുക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അല്ലാഹിറു വൽ ബാത്തിൻ, ലാഹിറായവനും ബാത്തിനായവനും ഒക്കെ അള്ളാഹു ആണെന്നാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹ്ക്ക് മാത്രം പ്രത്യേകമായ ഒരുപാട് നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ ഒരാൾക്കും നമ്മൾ കൊടുക്കരുത് എന്നുള്ളതാണ്. 9ാമത്തേത്, മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ആദരിക്കണം. അള്ളാഹുവിൻ്റെ നാമങ്ങളെ നമ്മൾ അമിതമായ ആദരവ് നമുക്കുണ്ടാകണം. അതിര് കവിയാത്ത രൂപത്തിലുള്ള ആദരവ് നമുക്ക് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഉണ്ടാകണം. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു വഖാറ് നൽകുന്നില്ലേ, നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഒരു പേടിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഒരു പേടിയില്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. അവിടെയാണ് നമ്മൾ സലഫുകളുടെ ജീവിതം വായിക്കുമ്പോൾ, മുൻഗാമികളായ ആളുകളുടെ ജീവിതം പഠിക്കുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടും എന്താണ് ഖൗഫ് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലൊന്നും അങ്ങനെ ഒരു ഭയപ്പാട് കടന്നു പോയിട്ടേ ഇല്ല എന്നാണ് നമുക്ക് എന്ത് ചെയ്യുക, തിരിച്ചറിയുക. അത്രയും പേടിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് എന്നാണ്. പേടി എന്നത് കാലം കഴിയുന്തോറും ജനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും മുസ്ലിമീങ്ങളിൽ തന്നെ തൗഹീദുള്ള ആളുകളിൽ നിന്ന് അകന്നു പോകുന്ന വളരെ വലിയ കൽബിയായ ഹൃദയവുമായി ബന്ധപ്പെട്ട ഇബാദത്താണ് എന്ത്, ഖൗഫ് എന്നുള്ളത്. നിസ്കരിക്കുന്ന സമയത്ത് ഒരു പേടി, നിസ്കാരം കഴിയുമ്പോൾ അത് സ്വീകരിക്കുമോ എന്നൊരു ഭയപ്പാട്, പേടിച്ചുകൊണ്ട് കരയുക, ഇതൊക്കെ ഭയങ്കര അന്യമാണ്. ഒരു 10 വർഷമൊക്കെ മുമ്പ് നമ്മൾ പോയി കഴിഞ്ഞാൽ നിസ്കാരത്തിൽ സൊഫിന് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ 5 വഖത്ത് നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് വരെ കരയുന്ന ആളുകളുണ്ടാകും. എന്നാൽ ഇന്നോ ഒരു മാസം കഴിയുന്നു, അല്ലെങ്കിൽ ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, മാസങ്ങൾ കഴിഞ്ഞിട്ടും അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഒരു കണ്ണുനീര് പോലും ചെയ്യുന്നില്ല, നമ്മുടെ അടുക്കലിൽ നിന്ന് വരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഖൗഫ് നല്ലവണ്ണം ചെയ്യുന്നുണ്ട്, കുറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതാണ്. നാളെ പോകുന്നതിനനുസരിച്ച് അള്ളാഹുവിനോടുള്ള പേടി കുറഞ്ഞു പോകാൻ. അതാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഇന്നത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടുക. അള്ളാഹുവിനെ പേടി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യൂല, ഇന്ന് കാണുന്ന രൂപത്തിലുള്ള കോപ്രായങ്ങൾ അവരൊരിക്കലും ചെയ്യുമായിരുന്നില്ല എന്ന്. അപ്പൊ അത്രയും ജനങ്ങളിൽ നിന്ന് പേടി എടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ സലഫുകളെ പരിശോധിച്ച് നോക്ക്. ഒരു സലഫ് പറയുന്നത്, ഒരു മുൻഗാമി പറയുന്നത്, ഞാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ 63 വട്ടം ധിക്കരിച്ചു എന്നാണ്. അദ്ദേഹം എണ്ണി തിട്ടപ്പെടുത്താണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ തെറ്റുകൾ അദ്ദേഹം എന്ത് ചെയ്യാണ്, എണ്ണി തിട്ടപ്പെടുത്തുകയാണ്. നമുക്ക് ചിലപ്പോൾ ഓർമ്മ തന്നെ ഉണ്ടാവില്ല നമ്മുടെ തെറ്റുകൾ. എന്നാൽ അതേ സമയത്ത് ബാക്കിയുള്ളവരുടെ തെറ്റുകൾ അന്വേഷിച്ച് അവൻ്റെ ഓരോ തെറ്റുകളും ഓരോ നിമിഷത്തിലെ സ്ഖലിതങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകും. അതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരും. എന്നാൽ നമ്മുടെ തെറ്റുകളോ, അവിടെയാണ് അദ്ദേഹം പറയുന്നത് 63 തെറ്റുകൾ ഞാൻ ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയാണ്, അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കുന്ന വിഷയമാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ അള്ളാഹുവിനോടുണ്ടായ ഖൗഫ് എത്രത്തോളമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ 1000 റക്അത്ത് നിസ്കരിച്ചു എന്നാണ്. ആ തെറ്റ് പുറത്തു കിട്ടാൻ വേണ്ടി
1000 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിച്ചു. എന്നാൽ ഇന്നോ തെറ്റ് ചെയ്തിട്ട് അത് ചെയ്തിട്ടുണ്ട് എന്ന് അംഗീകരിക്കാൻ പോലും പറ്റാത്ത ആളുകൾ, അതല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുന്ന ആളുകൾ, അവരുടെ ഹൃദയമൊക്കെ കടുത്ത് അങ്ങേയറ്റം എന്ത് ചെയ്തിട്ടുണ്ട്, എത്തിയിട്ടുണ്ട് എന്നാണ് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യണം, മടങ്ങണം. നമ്മുടെ ഹൃദയം വീണ്ടും ഖൗഫിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ്. 1000 റക്അത്താണ് നിസ്കരിച്ചത്. ഇനി നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരുന്ന സന്ദർഭത്തിൽ ആത്മാർത്ഥമായി അള്ളാഹുവിനെ പേടിച്ച് ഒന്നുമില്ലെങ്കിൽ ആ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ നമുക്ക് സ്വതക്കയെങ്കിലും നൽകാൻ സാധിക്കണം. ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ എന്ത് ചെയ്യാം, നമ്മൾ സ്വതക്ക കൊടുക്കുക. പണ്ഡിതന്മാർ പറഞ്ഞ വിഷയമാണ്, സ്വതക്ക കൊടുത്തു കഴിഞ്ഞാൽ മഅസിയത്തിന്റെ ശുഉമ മാറിക്കിട്ടുന്ന. കാരണം തെറ്റിന് എന്തുണ്ട്, തെറ്റിന് ഒരു ഇസ്സത്ത് കുറവുണ്ട്. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനോട് അല്ലെങ്കിൽ നമ്മളോട് തന്നെ ഒരു ഇഷ്ടമില്ലായ്മ ഉണ്ടാവും. അപ്പൊ അത് മാറിക്കിട്ടാൻ എന്ത് ചെയ്യണം, സ്വതക്ക കൊടുക്കണം എന്നാണ്. നമുക്കൊരു റാഹത്തുണ്ടാവും, വീണ്ടും ചെയ്യാൻ പറ്റും, നന്മ ചെയ്യാൻ പറ്റും. മറ്റേത് ആ തിന്മ ചെയ്തല്ലോ എന്നതിൻ്റെ പേരിൽ നമ്മൾ മാനസികമായ ഒരു വിഷമത്തിലായി പിന്നീടും ഒരു തിന്മക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏത് തിന്മ നിങ്ങൾ ആവർത്തിക്കപ്പെട്ടോ ഉടൻ എന്ത് ചെയ്യാം, സ്വതക്ക കൊടുക്കുക, എന്നിട്ട് അള്ളാഹുവിലേക്ക് മുന്നിടുക എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം 1000 റക്അത്ത് നിസ്കരിച്ച ശേഷം പറയുന്നത്, അദ്ദേഹം ആ റക്അത്തൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹം പല ആവർത്തി വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഓതി തീർത്തു. വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും അദ്ദേഹം ഓതി തീർത്തു. എന്തുകൊണ്ട്? അള്ളാഹുവിനുള്ള പേടിയാണ്, അള്ളാഹുവിനുള്ള പേടി കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ കണ്ണുകളിൽ വളരെ ചെറുതായി കാണുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഭയങ്കര വലുപ്പമുള്ളതായിരിക്കും. നമ്മുടെ കണ്ണിൽ വളരെ ചെറുതായി കാണുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വളരെ വലിയ തിന്മയായിരിക്കും. അതുകൊണ്ട് ആലോചിക്കുക, ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ നിരവധിയാണ്. അതൊക്കെ ആലോചിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് അതിൻ്റെ പേരിൽ സ്വതക്ക കൊടുക്കാനും സുന്നത്ത് നിസ്കരിക്കാനും ഒക്കെ എന്ത് ചെയ്യണം, നമുക്ക് സാധിക്കണം. പലപ്പോഴും പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒരു 2 റക്അത്ത് തഹിയ്യത്ത് പോലും നമുക്ക് നിസ്കരിക്കാൻ തോന്നാത്തതിൻ്റെ കാരണം ഒന്ന് ഖൗഫാണ്, മറ്റൊന്ന് നമുക്ക് തോന്നാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചൊക്കെ എത്തിയിട്ടുണ്ട് എന്ന പിശാചിൻ്റെ ഒരു പ്രേരണയും നമ്മുടെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. അതല്ല എങ്കിൽ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത വ്യക്തിയാണ്, നാളെ എൻ്റെ അവസ്ഥ എന്താകുമെന്ന് എനിക്ക് പോലും അറിയില്ല, അത്രയും തെറ്റുകൾ എനിക്കുണ്ട്, അത്രയും പോരായ്മയുണ്ട് എന്ന് യഖീനുള്ള ഒരാൾ, എന്ന് ഉറപ്പുള്ള ഒരാൾ, ഓൻ എങ്ങനെയാണ് 2 റക്അത്ത്, അതായത് ഒരു 2 സുജൂദ് കിട്ടിക്കഴിഞ്ഞാൽ അത് നാളെ അവന് രക്ഷപ്പെടാനും സാധിക്കും എന്നാണ് അവൻ വിചാരിക്കുക. അത് അവനെ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യും, 2 റക്അത്ത് തഹിയ്യത്ത് അവൻ നിസ്കരിക്കാൻ തയ്യാറാകും. അതുകൊണ്ട് തന്നെ ഖൗഫാണ് നമ്മുടെ ഹൃദയത്തിൽ പ്രധാനമായും ഉണ്ടാകേണ്ടത്. എന്നാൽ അത് ഇങ്ങനെ എന്ത് ചെയ്യാണ്, എടുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഖൗഫ് ഉണ്ടാകാൻ നമ്മൾ ഒന്നാമതായി ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ഖുർആൻ എന്ത് ചെയ്യുക, നല്ലവണ്ണം പാരായണം ചെയ്യുക. നിത്യവും ഖുർആനിൻ്റെ വിർദ്, എല്ലാ ദിവസവും ഒരു നിശ്ചിത ഓഹരി ഖുർആൻ ഓതുക. രണ്ടാമത്തേത് നമുക്കുണ്ടാകേണ്ടത് ദുആ ആണ്. നമ്മൾ അള്ളാഹിനോട് എന്തെങ്കിലും ചോദിക്കണം ആത്മാർത്ഥമായിട്ട്, റബ്ബേ നിന്നെ ഭയപ്പാടില്ലാത്ത ഹൃദയം. തെറ്റുകളൊക്കെ വരുമ്പോൾ ആ തെറ്റുകളുടെ മുമ്പിൽ നമ്മൾ അകപ്പെട്ടു പോവുകയാണ്, ദുർബലരായി പോവുകയാണ്, ആ തെറ്റിന് വീണു പോകുന്നുണ്ട്, റബ്ബേ രക്ഷപ്പെടുത്തണം എന്ന് ആത്മാർത്ഥമായി പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ അള്ളാഹുവിനോട് ഖൗഫിനെ തേടിയിട്ടുണ്ട്. അല്ലാഹുമ്മ ഖ്സിം ലനാ ഖശ്യതക ഫിൽ ഗൈബി വശ്ശഹാദ. അല്ലാഹുവേ ഇഖ്സിം ലനാ ഖശ്യതക, നിന്നോടുള്ള ഖശ്യത്ത് എന്ത് ചെയ്യണം, നീ എനിക്ക് വീതിച്ചു തരണം എന്നാണ്. സ്വത്തൊക്കെ വീതിക്കുന്നത് പോലെ നീ എനിക്ക് എന്ത് ചെയ്യണം, എൻ്റെ ഖശ്യത്ത് നീ എനിക്ക് വീതിച്ചു തരണം. എങ്ങനെയാണ്? ഫിൽ ഗൈബി വശ്ശഹാദ, ആളുകളുടെ മുമ്പിൽ മാത്രമല്ല, മറിച്ച് എപ്പോഴും ഗൈബിലും ആരുമില്ലാത്ത സന്ദർഭത്തിലും എൻ്റെ ഹൃദയത്തിന് എന്ത് ചെയ്യണം, നീ ഖശ്യത്ത് ഉണ്ടാക്കി തരണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. അവരുടെ ജീവിതത്തിൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നിക്ഷേപം. അപ്പം അതാണ് രണ്ടാമതായി നമ്മളുടെ ജീവിതത്തിൽ ഖൗഫ് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടത്, രണ്ടാമത്തെ മാർഗം. മൂന്നാമത്തേത് ഖബർ സിയാറത്താണ്. ഖബർ എന്ത് ചെയ്യണം, നമ്മൾ സന്ദർശിക്കണം. കാരണം നമ്മുടെ അടിസ്ഥാനപരമായ വീട് എന്നത് ഖബറാണ്. നമ്മൾ എത്തിപ്പെടേണ്ടത്, നമുക്ക് നാളെ വസിക്കാനുള്ളത് ഖബറാണ്. അതുകൊണ്ട് തന്നെ ഖബർ സിയാറത്ത് നമ്മൾ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, ഖബർ സന്ദർശിക്കുന്നതിന് ഞാൻ നിങ്ങൾക്ക് വിരോധിച്ചിട്ടുണ്ട്. ഫസൂറുഹ, നിങ്ങൾ എന്ത് ചെയ്യാ, സന്ദർശിച്ചു കൊള്ളുക എന്ന് പറയും. ആദ്യം വിരോധിച്ചിട്ടുണ്ടായിരുന്നു, പിന്നീട് എന്ത് ചെയ്തു, അനുവാദം നൽകി. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടത്, നമ്മൾ ഒരു ഭാഗത്ത് ഖബർ സിയാറത്തിന് ശക്തമായി എതിർക്കുന്നു, കാരണം ശിർക്കാണ്. ഒരു നിലക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ഖബർ സിയാറത്ത് അത്
ഐനിയായ ഷിർക്ക്. അവിടെ പോയിട്ട് എന്ത് ചെയ്യുക? ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിയോട് പ്രാർത്ഥിക്കുക, സഹായങ്ങൾ തേടുക, നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയുക. എന്നാൽ അതേ സമയത്ത് അനുവദിക്കപ്പെട്ട ഒരു ഖബർ സിയാറത്ത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഖബറിൻ്റെ അടുക്കൽ പോയി അവിടെ ഇങ്ങനെ നിന്ന് അവിടെ ചുറ്റുഭാഗത്തൊക്കെ നോക്കി എന്താണ് അവസ്ഥ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്നോ നാളെയോ ഞാനും ഇവിടെ തന്നെ വരേണ്ട ആളല്ലേ. ആ ഖബറിൻ്റെ അരികിലൂടെ പോകുമ്പോൾ തന്നെയുള്ള പ്രാർത്ഥന പോലും അങ്ങനെയാണ്. ഇന്നാലാഹിഖൂന്നാണ്, ഞങ്ങളെന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത് തന്നെ ഞങ്ങളും വരുന്നുണ്ട് എന്നാണ്. അത് പരമമായ യാഥാർത്ഥ്യമാണ് എന്ത് ചെയ്യുന്നത്, ആ പ്രാർത്ഥനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഖബർ സിയാറത്ത് ചെയ്യുന്ന ആ സുന്നത്ത് വീണ്ടെടുക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ടാകണം. ഖബർ സിയാറത്തിന് വേണ്ടി ഒരു ദിവസം പോയി അവിടെ നിന്നും ആത്മാർത്ഥമായി ആ ഖബറിലെ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അപ്പോൾ നമ്മുടെ ഹൃദയം നമ്മൾ അറിയാതെ ചെയ്യും, അത് നൈർമല്യമാവും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഖബർ സിയാറത്തിനെ ലക്ഷ്യമായി പഠിപ്പിക്കുന്നിടത്ത് തുദക്കിറുക്, നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ചു തരും അൽ ആഖിറ, ആഖിറത്തിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാക്കി തരുന്ന. അവിടെ നിർത്തിയില്ല, തുദ്മിഉൽ ഐന, നിങ്ങളുടെ കണ്ണുകൾക്ക് എന്ത് ചെയ്യും, ഈറനണിയിപ്പിക്കുന്ന, നിങ്ങളുടെ കണ്ണുകൾക്ക് ഈറനണിയിപ്പിക്കും. അതുമാത്രമല്ല, ഈ ദുനിയാവിൻ്റെ തിരക്കുകൾ, ആ തിരക്കുകളിൽ ഇങ്ങനെ നമ്മൾ നിരന്തരം ഒരു കറക്കം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയിലുള്ള ആ ഖബർ സിയാറത്ത് മനസ്സിനെന്ത് ചെയ്യും, നമ്മൾ വിചാരിക്കാത്ത സമാധാനം മനസ്സിന് നേടിത്തരും. അതുമാത്രമല്ല, നമ്മെ ഓർമ്മപ്പെടുത്തി തരും വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ, ആഖിറത്താണ് ഏറ്റവും ഖൈർ, ആഖിറത്താണ് എന്നും ബാക്കിയാകുന്നത്. ഇതിൻ്റെ പിന്നിലൊക്കെ ഓടുമ്പോൾ ആഖിറം നഷ്ടപ്പെടുന്നുണ്ടോ എന്നാലോചിക്കണം എന്ന ഓർമ്മ ചെയ്യും നമുക്കത് ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള പേടി അത് നമ്മൾ പ്രാർത്ഥിച്ച് വിശുദ്ധ ഖുർആനിലൂടെ ഖബർ സിയാറത്തിലൂടെയെല്ലാം നേടിയെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, പരിശ്രമിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങളെ എല്ലാ വിധേനയും ആദരിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകണം. ഒരു നിലക്കും അള്ളാഹുവിൻ്റെ നാമങ്ങൾ എഴുതിയ പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങൾ അനാദരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത്, ആ പുസ്തകങ്ങൾ വലിച്ചെറിയുന്ന അവസ്ഥകൾ ഉണ്ടാകരുത്, ഒന്നും ഒരു നിലക്കും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇസ്ലാമികപരമായ പുസ്തകങ്ങൾ, ശർഈയായ മതപരമായ പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങളൊക്കെ എടുത്തു വെക്കുന്നിടത്ത് എന്ത് ചെയ്യണം, നല്ല സൂക്ഷ്മത നമുക്കുണ്ടാകണം. കാരണം അള്ളാഹുവിൻ്റെ പേര് അതിനുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്ത് ചെയ്യരുത്, നമ്മൾ ചെറുതാക്കി കാണരുത്, ഒരു നിലക്കും നമ്മൾ അതിനെയൊന്നും ചെറുതാക്കി കാണരുത് എന്നുള്ളതാണ്. അടുത്ത ഒരു അധ്യായം തഫാദുലു അസ്മാഇല്ലാഹി വസിഫാതി, അള്ളാഹുവിൻ്റെ നാമങ്ങളുടെയും വിശേഷണങ്ങളുടെയും തഫാദുൽ, പരസ്പരമുള്ള ഏറ്റ വ്യത്യാസം. അതായത് അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം ഒരേ ദറജയിലുള്ളതാണോ, എല്ലാം ഒരേ ക്വാളിറ്റി ഉള്ളതാണോ, അല്ലെങ്കിൽ ചിലത് കുറച്ച് ക്വാളിറ്റി കൂടിയതാണ്, ചിലത് കുറച്ച് ക്വാളിറ്റി കുറവാണ്? എല്ലാ സൂറത്തും ഒരേ ഫദ്ലാണോ? ഏതാ അഅ്ളമു സൂറത്തിൻ ഫിൽ ഖുർആൻ? സൂറത്തു അൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയാണ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്ത്. കാരണം ബാക്കിയുള്ള സൂറത്തിൽ അടങ്ങിയ ആശയങ്ങളെല്ലാം എവിടെ അടങ്ങിയിട്ടുണ്ട്? സൂറത്തുൽ ഫാത്തിഹയിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും വ്യത്യാസമുണ്ട്. റുഖിയയുടെ വിഷയം പറയുമ്പോൾ, മന്ത്രത്തിന്റെ വിഷയത്തിൽ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിപാദിച്ച ഹദീസുകളിൽ നമുക്ക് കാണാം സൂറത്തുൽ ഫാത്തിഹക്ക് എന്തുണ്ട്, വളരെ വലിയ സ്ഥാനം മന്ത്രത്തിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം അതേപോലെ അള്ളാഹുവിൻ്റെ നാമങ്ങൾക്കും ഏറ്റവും വ്യത്യാസമുണ്ട്. ചില നാമങ്ങളെക്കാളും മറ്റു ചില നാമങ്ങൾക്കാണ് എന്തുള്ളത്, ഫദ്ൽ കൂടുതലുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, എൻ്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലഖദ് സഅലല്ലാഹ ബിസ്മിഹിൽ അഅ്ലം, അവൻ അള്ളാഹുവിനോട് തേടി. ലഖദ് സഅലല്ലാഹ, അള്ളാഹുവിനോട് തേടി. എങ്ങനെ? ബിസ്മിഹിൽ അഅ്ലം, മഹത്തരമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ടാണ്. അപ്പൊ എന്ത് കിട്ടി? അള്ളാഹുവിന് ചില നാമങ്ങൾ മഹത്തരമായതായിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതോ, ഇദാ ദുഇയ ബിഹി അജാബ, അതുകൊണ്ട് അത് മുഖേന ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവന് ഉത്തരം കിട്ടും. വ ഇദാ സുഇല ബിഹി അഅതാ, ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവന് നൽകുകയും ചെയ്യും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, സിഫാത്തുല്ലാഹി ലാ തതഫാദൽ വ നഹ്വു ദാലിക ഖൗലുൻ ലാ ദലീല അലൈഹി. ചില ആളുകൾ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ ഇതിനൊന്നും ഏറ്റ വ്യത്യാസമില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതെന്തല്ല, ഖൗലുൻ ലാ ദലീല ലഹു, അതിന് യാതൊരു തെളിവും, ലാ ദലീല അലൈഹി, ഒരു തെളിവുമില്ലാത്ത സംസാരമാണ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇസ്മുല്ലാഹിൽ അഅ്ലം, അള്ളാഹുവിൻ്റെ മഹത്തരമായ നാമം, ഫീ സുവരിൻ മിനൽ ഖുർആനി സലാസ്,
3 വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളിലാണ് അള്ളാഹുവിൻ്റെ മഹത്തരമായ നാമം അടങ്ങിയിട്ടുള്ളത് എന്നാണ്. 1 അൽ ബഖറ, 2 ആലു ഇമ്രാൻ, 3 ത്വാഹ. ഈ 3 സൂറത്തുകളിലാണ് അള്ളാഹുവിൻ്റെ പവിത്രമാക്കപ്പെട്ട മഹത്തരമായ നാമം അടങ്ങിയിട്ടുള്ളതാണ്. ഇത് വെളിപ്പെടുത്തിയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ മഹത്തരമായ നാമം ഇന്നതാണ് എന്നെന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. എന്നാൽ ഇങ്ങനെ ചില സൂചനകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ സ്വാഭാവികമായും അവർ ഈ വിഷയത്തിൽ അവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി പറയുന്നത് വഖദ് ഇഖ്തലഫ ഫീ തഅയീനിൽ ഇസ്മിൽ അഅ്ളം അലാ നഹ്വി 40 ഖൗലൻ ഖദ് അഫ്റദഹു സുയൂത്തി ബിത്തസ്നീഫി. ഏകദേശം 40 കൗലുകൾ, 40 വ്യത്യസ്ത അഭിപ്രായങ്ങൾ. ഇന്നതാണ് അള്ളാഹിൻ്റെ മഹത്തരമായ നാമം. ഒരു വിഭാഗം മറ്റൊരു വിഭാഗം പറയും അല്ല, അതല്ല, ഇന്നതാണെന്ന് പറയും. അങ്ങനെ 40 കൗലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. എന്നാൽ പ്രസിദ്ധമായത് 3 നാമങ്ങളാണ്, പ്രസിദ്ധമായത് 3 കൗലുകളാണ്. അള്ളാഹുവിൻ്റെ മഹത്തരമായ നാമങ്ങൾ ഏത്? കാരണം അത് മുഖേന വിളിച്ചു കഴിഞ്ഞാൽ ചോദിച്ചതൊക്കെ കിട്ടുന്നതാണ്. അത് മുഖേന വിളിച്ചു കഴിഞ്ഞാൽ ചോദിച്ചതൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സഹാബാക്കളാകട്ടെ പണ്ഡിതന്മാരാകട്ടെ അവർക്ക് എന്ത് ചെയ്യും, പ്രയത്നിക്കും ഏതാണ് ആ നാമം, അതെന്ത് ചെയ്യണം, നമ്മൾ നേടിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ആത്മാർത്ഥമായി പ്രയത്നിച്ച് പഠനം നടത്തി. അങ്ങനെ അവരുടെ ഇടയിൽ പ്രസിദ്ധമായ അഭിപ്രായങ്ങൾ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ ഏതൊക്കെ നാമങ്ങളാണെന്നുള്ളത്? ഒന്ന് അൽ ഹയ്യു അൽ ഖയ്യൂം എന്നതാണ്, അൽ ഹയ്യുൽ ഖയ്യൂം എന്ന നാമം. 2 അള്ളാഹു എന്ന നാമമാണ്. 1 അള്ളാഹു, 2 അൽ ഹയ്യു അൽ ഖയ്യൂം. ഈ 3 സൂറത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ അവിടെ ഉണ്ടാവും. ഈ 3 സൂറത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു എന്നുള്ളത് വരുന്നുണ്ട്, അൽ ഹയ്യു അൽ ഖയ്യൂം എന്നുള്ളതും വരുന്നുണ്ട്. ഇതാണ് 2 അഭിപ്രായങ്ങൾ. 3ാമത്തെ അഭിപ്രായത്തിൽ പറയുന്നത് ഇന്നൽ ഇസ്മൽ അഅ്ലമ ജിൻസുൻ ലാ യുറാദു ബിഹി ഇസ്മുൻ മുഅയ്യൻ ഫഇന്ന അസ്മാ അല്ലാഹി നൗആൻ അഹദുഹുമാ മാ ദല്ല അലാ സിഫത്തിൻ വാഹിദത്തിൻ ഔ സിഫതൈനി ഔ തദമ്മന ഔസാഫൻ മഅദൂദ الثاني ما دل على جميع ما لله من صفات الكمال. അപ്പോൾ 3ാമത്തെ അഭിപ്രായമായി പറയുന്നത് അത് ഒരു ഇസ്മല്ല, മറിച്ച് കുറച്ച് കൂട്ടം ഇസ്മുകളാണെന്ത്, അള്ളാഹുവിൻ്റെ മഹത്തരമായ നാമങ്ങളിൽ ഉൾപ്പെടുന്നത് എന്ന്. എന്നിട്ട് അവർ അതിന് ഉദാഹരണമായി പറയുന്നത് 1 അള്ളാഹു ആണ്, അള്ളാഹു എന്നുള്ള നാമം. അതേപോലെ തന്നെ സമദ് എന്നുള്ളത്, അൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹമീദുൽ മജീദ്, അൽ കബീറുൽ അലീം എന്നിങ്ങനെയുള്ള നാമങ്ങളാണ് എന്ത്, മഹത്തരമായ നാമം എന്നാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1 അള്ളാഹു എന്നുള്ള നാമം, 2 അൽ ഹയ്യു അൽ ഖയ്യൂം എന്നുള്ള നാമം. ഇത് രണ്ടും എന്ത് ചെയ്യണം, നമ്മൾ പരമാവിധം നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. എങ്കിലെന്ത് ചെയ്യും, അത് എങ്ങാനും അള്ളാഹുവിൻ്റെ മഹത്തരമായ നാമത്തിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾ എന്ത് ചെയ്യും, സ്വീകരിക്കപ്പെടും. എല്ലാ നാമങ്ങളും എന്ത് ചെയ്യുക, നമുക്ക് കഴിയും വിധം എല്ലാ നാമങ്ങളും ഉൾപ്പെടുത്തുക. അതിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ പറയപ്പെട്ട നാമങ്ങളാണ്. ഇനി അള്ളാഹുവിൻ്റെ ഓരോ പേരുകളിലേക്കും നമ്മൾ കടക്കുകയാണ്. അതിൽ 1ാമത്തേത് അല്ലാഹു അൽ ഇലാഹു എന്നതാണ്. ലഖദ് തഖദ്ദമ മഅനാ ശൈഉൻ മിനൽ മുഖദ്ദിമാത്തി التأصيلية والقواعد العامة في فقه أسماء الله الحسنى وهذا أوان الشروع في شرح ما تيسر من أسماء الله ومن الله وحده يستمد العون ويستمنح التوفيق. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിൽ 1ാമത്തേതാണ് ഏത്, അള്ളാഹു എന്ന നാമം, അള്ളാഹു എന്ന നാമം. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 നാമങ്ങളാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അടിസ്ഥാനപരമായ നാമങ്ങൾ. അള്ളാഹിൻ്റെ നാമങ്ങൾ 99 ഉണ്ട്, അതിൽ അടിസ്ഥാനപരമായ നാമങ്ങൾ 3 എണ്ണം. ആ 3ഉം സൂറത്തുൽ ഫാത്തിഹയിൽ വന്നിട്ടുണ്ട്. 1 അള്ളാഹു എന്നതാണ്, അർ റബ്ബ്, 2 അർ റഹ്മാൻ. ഈ 3 നാമങ്ങളാണ് അടിസ്ഥാനപരമായ ഉസൂലുൽ അസ്മാഇൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ മഹത്തരമായ നാമങ്ങളുടെ അടിസ്ഥാനം ഈ 3 നാമങ്ങളിലേക്കാണ് പോകുന്നത് എന്നാണ്. അള്ളാഹു എന്നതും അർ റബ്ബ് എന്നതും അർ റഹ്മാൻ എന്നതും.
അതുമാത്രമല്ല സൂറത്തുൽ ഫാത്തിഹയിൽ ഇത് മൂന്നും എന്ത് ചെയ്തിട്ടുണ്ട്, പല രൂപത്തിൽ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അള്ളാഹു എന്നതിൻ്റെ അർത്ഥം എന്താ? മാ മഅന അള്ളാഹു, എന്താ അള്ളാഹു എന്ന് പറഞ്ഞാൽ അർത്ഥം? ഇലാഹു എന്നതിൻ്റെ അർത്ഥം അൽ മഅബൂദ് എന്നാണ്. അത് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടമാണ്. അള്ളാഹു എന്നതിൻ്റെ അർത്ഥം ആരാധിക്കപ്പെടുന്നവൻ. ചിലപ്പോൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ചിലപ്പം എന്ത് ചെയ്യും, ഒന്നും ചിലപ്പോൾ വന്നില്ല എന്ന് വരും. അള്ളാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലാഹ് എന്ന പദത്തിൽ നിന്നാണ് എന്ത് നിഷ്പന്നമായിട്ടുള്ളത്? അള്ളാഹു എന്ന പദം ഉണ്ടായിട്ടുള്ളത്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ. അപ്പം അള്ളാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവൻ, അൽ മഅബൂദ്, ആരാധിക്കപ്പെടുന്നവൻ എന്നാണ് അള്ളാഹു എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ പൊതുവെ അറബികൾ സൂര്യനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇലാഹ് എന്ന് വിളിച്ചിട്ടുണ്ട്. കാരണം സൂര്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആരാധിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇലാഹ് എന്ന് വിളിക്കാൻ കാരണം. എന്നാൽ യഥാർത്ഥ ആരാധ്യൻ ആര് മാത്രമാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അപ്പം അതുകൊണ്ട് അള്ളാഹു എന്നത് ഇലാഹിൽ നിന്നാണ് എടുക്കപ്പെട്ടിട്ടുള്ളത്. മഅബൂദ് എന്നതാണ് അതിൻ്റെ അർത്ഥം. അത് നമ്മൾ പഠിച്ചു വെക്കണം, എന്ത് ചെയ്യരുത്, മറക്കരുത്. എന്താണ് അള്ളാഹുവിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽ മഅബൂദ്, അൽ ഇലാഹ്, ആരാധ്യൻ എന്നാണ് അർത്ഥം. ഇനി ചില ആളുകൾ ചെയ്യാറുള്ളത്, അള്ളാഹു എന്നത് ചില ആളുകൾ ദിക്റായിട്ട് എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട് എന്നുള്ളതാണ്. അല്ലാ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദിക്റായി പറയും. അത് ലാ യുഷ്റ, അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ദിക്ർ എന്ത് ചെയ്തിട്ടില്ല, ഉദ്ധരിക്കപ്പെട്ട് വന്നിട്ടില്ല. ചില ആളുകൾ ഇങ്ങനെ ആ ഇസ്മ എന്ത് ചെയ്യുക, ഇങ്ങനെ ആവർത്തിക്കുക. അത് ഒരു നിലക്കും ഒരു ഹദീസിൽ പോലും എന്ത് ചെയ്തിട്ടില്ല, ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടില്ല എന്ന്. അത് മാത്രമല്ല, ചില ആളുകൾ എന്ത് ചെയ്യും, തഷ്തദ്ദുൽ അസ്വാതു ഹത്താ ലാ തസ്മഅ. ചില ആളുകൾ പറയും ഹുവ ഹുവ, അതായത് ആ ഫാസ്റ്റ് പറയുകയാണെങ്കിൽ ഹു 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 എന്ന് എന്ത് ചെയ്യും, ഇങ്ങനെ കേൾക്കും. അത് കഴിഞ്ഞിട്ടോ ഹാ 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 എന്ന് പറയും. ഇങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട്. ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഇതൊരു നിലക്കും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്നാണ്. അത് മാത്രമല്ല, ചില ഇപ്പോൾ പഴയ ഉമ്മമാർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, അല്ലാ അല്ലാ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ടാവും. അവർ വിചാരിക്കുന്നത് എന്താ, അത് ദിക്റാണെന്നാണ്. അങ്ങനെ ആവർത്തിക്കപ്പെട്ടു വന്നിട്ടില്ല. ഹദീസുകളൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ അള്ളാഹു എന്ന നാമം പല ദിക്റിലും എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിച്ചേർന്ന് വന്നിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ഒറ്റക്ക് വന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അവിടെ അള്ളാഹു ഉണ്ട്. അല്ലാഹു അക്ബർ, അള്ളാഹു ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെയും അള്ളാഹു ഉണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, അവിടെയും അള്ളാഹു എന്ന് വന്നിട്ടുണ്ട്. അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഅ, അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കലാം, സംസാരം 4 എണ്ണമാണ്. 4 എണ്ണമാണ് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ദിക്ർ. അതിലും അള്ളാഹു എന്ന് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമുള്ള നാമങ്ങൾ ഏതൊക്കെയാണ്? അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന നാമങ്ങൾ, പേരുകൾ, ഒരാൾക്ക് വെക്കാൻ പറ്റിയ പേരുകൾ. 1 അബ്ദുല്ലാ, 2 അബ്ദുർ റഹ്മാൻ. ഈ 2 നാമങ്ങളാണ് അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമുള്ള നാമങ്ങൾ. 1 അബ്ദുല്ലാ, മറ്റൊന്ന് അബ്ദുർ റഹ്മാൻ എന്ന. അപ്പം ഇതൊക്കെ അള്ളാഹു എന്ന നാമത്തിൻ്റെ പ്രത്യേകതയാണ്. ദിക്റുകൾ വരുന്ന സന്ദർഭത്തിലെല്ലാം ആ ദിക്റുകളുടെ കൂട്ടത്തിൽ എന്തുണ്ട്, അള്ളാഹു എന്ന് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അത് അള്ളാഹു എന്ന നാമത്തിൻ്റെ പ്രത്യേകതയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പറഞ്ഞു വരുന്നത് അള്ളാഹ് എന്ന നാമത്തിൻ്റെ പ്രത്യേകതകളാണ്. അതിൻ്റെ അർത്ഥം സൂചിപ്പിച്ചു. അത് ദിക്റായി പറയാൻ പറ്റുമോ എന്ന വിഷയവും വിശദീകരിച്ചു. ഇനി അതിൻ്റെ പ്രത്യേകതകൾ, ഖസാഇസു ഹാദൽ ഇസ്ം, എന്താണ് അള്ളാഹ് എന്ന നാമത്തിൻ്റെ പ്രത്യേകത? അതിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ നാമത്തിൻ്റെയും അടിസ്ഥാനമാണ് ഏത്, അള്ളാഹു എന്ന നാമം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിലെ 180-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് എന്തുണ്ട്, ഹുസ്നയായ ഉന്നതമായ നാമങ്ങളുണ്ട് എന്നാണ്. അപ്പം അത് അള്ളാഹു എന്നതിലേക്കാണ് എന്ത് ചെയ്തത്, ചേർത്തി പറഞ്ഞത്. അപ്പം അള്ളാഹു എന്ന നാമം അടിസ്ഥാനമാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉ അൽ ഹുസ്ന. അവിടെയും ഇതേ പ്രയോഗം, അള്ളാഹു എന്നതാണ് എന്ത് ചെയ്തിട്ടുള്ളത്,
ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത സൂറത്തുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയെല്ലാം അടിസ്ഥാനപരമായി നൽകിയിട്ടുള്ളത് അള്ളാഹു എന്ന നാമമാണ്. രണ്ടാമത്തെ ഇതിൻ്റെ പ്രത്യേകത, അള്ളാഹുവിൻ്റെ എല്ലാ നാമത്തെയും ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഉൾക്കൊള്ളുന്നുണ്ട്. അള്ളാഹുവിൻ്റെ എല്ലാ നാമത്തെയും ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. റാസിഖാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് റാസിഖ്? അള്ളാഹുവാണ് റാസിഖ്. ഫത്താഹ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഫത്താഹ്? അള്ളാഹുവാണ്. അലീമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവാണ് എന്ന്. അപ്പോൾ എല്ലാത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഈ അള്ളാഹു എന്ന നാമം ഉൾക്കൊള്ളുന്നുണ്ട്. മൂന്നാമത്തേത് അന്നഹു ലാ യസ്ഖുതു അൻഹുൽ അലിഫു വല്ലാമു ഫി ഹാലിൻ നിദാ. നമ്മൾ അള്ളാഹിനെ വിളിക്കുന്ന സമയത്ത് എങ്ങനെയാണ് വിളിക്കുക? അറബിയിൽ യാ അള്ളാ അല്ല, യാ അള്ളാ എന്നാണ് വിളിക്കുക. അപ്പോൾ അവിടെ എന്തുണ്ട്? അള്ളാഹു എന്നതിന് അലിഫ്ലാം അവിടെ ഉണ്ട്. അലിഫ്ലാം എന്ത് ചെയ്യൂല? കളഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകൂല എന്നാണ്. വിളിക്കുന്ന സമയത്ത് പോലും എന്ത് ചെയ്യൂല? അലിഫ്ലാം കളയൂല. എന്നാൽ റഹ്മാൻ എന്നെങ്ങനെ വിളിക്കാം? അറബിയിൽ യാ റഹ്മാൻ. എന്ത് പോയിട്ടുണ്ട്? അലിഫ്ലാം പോയി. യാ അർ റഹ്മാൻ എന്നാണ് പറയാ? അല്ല, യാ റഹ്മാൻ, യാ റഹീം, യാ റസാഖ്, യാ ലത്തീഫ്. എന്നാൽ അതേ സമയത്ത് അള്ളാഹു എന്ന നാമത്തിന് അലിഫ്ലാം പോകൂല എന്നാണ്. യാ അള്ളാ എന്ന അലിഫ്ലാം ഇട്ടിട്ടേ പറയലുള്ളൂ എന്നാണ്. അതാണ് മൂന്നാമത്തെ പ്രത്യേകത. നാലാമത്തേത് നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ വാരിദായ സ്ഥിരപ്പെട്ടു വന്ന അദ്കാറുകളുടെ ഇടയിലും എന്തുണ്ട്? അള്ളാഹു എന്ന നാമമുണ്ട്. ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഫൈദാ കബ്ബറൽ മുസ്ലിമു ദക്കറ ഹാദൽ ഇസ്മ. അള്ളാഹുവിനെ തക്ബീർ ചെയ്താലോ ഈ ഇസ്മ അവൻ ഓർക്കും. വൈദാ ഹമിദ ദക്കറഹു. അള്ളാഹുവിനെ സ്തുതിച്ചാലോ അൽഹംദു ലില്ലാഹ്. വൈദാ ഹല്ലല ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഹാകദാ ഫി ആമ്മത്തിൽ അദ്കാർ. ഏകദേശം എല്ലാ ദിക്റുകൾ പരിശോധിച്ചാലും എന്ത് ചെയ്യും? അള്ളാഹു എന്ന നാമം അവിടെ കാണാൻ പറ്റുന്ന. അഞ്ചാമത്തെ പ്രത്യേകത, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ നാമമാണ് ഏത്? അള്ളാഹു എന്നത്. അള്ളാഹു എന്നത് ഏകദേശം എത്ര തവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്? ഒരു ഏകദേശം പറയാൻ പറ്റുമോ? ഏകദേശം എത്ര തവണ അള്ളാഹുവിൻ്റെ ഈ നാമം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്? 2220 തവണ. 2200 തവണ ഈ നാമം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതേ സമയത്ത് 33 ആയത്തുകൾ ആരംഭിച്ചിട്ടുള്ളത് അള്ളാഹു എന്ന നാമം കൊണ്ടാണ്. അത് ഇതിൻ്റെ അഞ്ചാമത്തെ പ്രത്യേകതയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ 10ഓളം പ്രത്യേകതകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ചിലത് മാത്രം പറയാം. അതായത് അള്ളാഹു എന്ന നാമത്തെക്കുറിച്ച് അദ്ദേഹം വിശേഷിപ്പിക്കുകയാണ്. ഫമാ ദക്കറ ഹാദൽ ഇസ്മ ഫീ ഖലീലിൻ ഇല്ലാ കസ്സറഹു. ഒന്നുമില്ലാത്തൊരു മനുഷ്യനാണ്, എന്നാൽ ഇത്തരം ദിക്റുകൾ, അള്ളാഹു എന്ന പേരുമായി ബന്ധപ്പെട്ട ദിക്റുകളൊക്കെ അവൻ ആവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. വലാ ഇൻദ ഖൗഫിൻ ഇല്ലാ അസാല. പേടിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു അള്ളാഹു എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവൻ്റെ പേടി എന്ത് ചെയ്യും? മാറിപ്പോകും. വലാ ഇൻദ കർബിൻ ഇല്ലാ കശഫഹു. എന്തെങ്കിലും ദുഃഖം ബാധിച്ചു, ക്ലേശം ബാധിച്ചു, അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഓർക്കുകയാണ്, ആ നാമങ്ങൾ ഉരുവിടാണ്, അള്ളാഹു എന്ത് ചെയ്യും? അവൻ്റെ ദേശവും ദുഃഖവും അവൻ്റെ ക്ലേശവും ദുഃഖവും ഒക്കെ മാറ്റിക്കൊടുക്കുന്നതാണ്. വലാ ഇൻദ ഹമ്മിൻ വഗമ്മിൻ ഇല്ലാ ഫറജഹു. അവൻ പ്രയാസം ബാധിച്ചു, ആ പ്രയാസം നീങ്ങാനും ഈ നാമം അവനെ സഹായിക്കും. വലാ ഇൻദ ദീഖിൻ ഇല്ലാ വസ്സഅഹു. അവൻ ഇടുങ്ങി, അവൻ്റെ ജീവിതം കുടുസായി മാറി, എന്നാൽ ഈ നാമം മുഖേന എന്ത് ചെയ്യും? അള്ളാഹു അവൻ്റെ ജീവിതം വിശാലമാക്കി കൊടുക്കും. വലാ തഅല്ലഖ ബിഹി ദഈഫുൻ ഇല്ലാ അഫാദഹുൽ ഖുവ. ഒരു ദുർബലനായ മനുഷ്യൻ അവൻ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അവൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അവന് ശക്തി ലഭിക്കും. വലാ ദലീലുൻ ഇല്ലാ അനാലഹുൽ ഇസ്സ. ഒരു ദലീലായ നിന്ദ്യനായ മനുഷ്യൻ എന്ന അള്ളാഹിൻ്റെ പേരിലൂടെ എന്ത് ലഭിക്കും? അവന് ഇസ്സത്ത് കരസ്ഥമാക്കാൻ സാധിക്കും. വലാ ഫഖീരിൻ ഇല്ലാ അസാറഹു ഗനിയൻ. ഒരു ഫഖീറാണെങ്കിൽ അള്ളാഹു അവനെ ധനികനാക്കി മാറ്റുന്ന. വലാ മുസ്തൗഹിഷിൻ ഇല്ലാ ആനസഹു. ഒരു ഒറ്റപ്പെടുന്ന വ്യക്തി അവൻ എന്ത് ചെയ്യും? അള്ളാഹു കൂട്ടുകാരനായി മാറും. വലാ മഗ്ലൂബ ഇല്ലാ അയ്യദഹു വനസറഹു. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സഹായം എന്ത് ചെയ്യും? ഈ പ്രാർത്ഥന, ഈ നാമം മുഖേന ലഭിക്കും. വലാ മുൽത്തറ ഇല്ലാ കശഫ ലറ. ഒരു മുൽത്തറായ വ്യക്തി അപകടമായ ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടു, അത്തരം ആളുകൾക്ക് രക്ഷ ഈ നാമമാണ്. വലാ ശരീദ ഇല്ലാ ആവാഹു ഫഹുവൽ ഇസ്മുല്ലദീ തുക്ഷഫു ബിഹിൽ ഖുർബാത്ത്. വിഷമങ്ങൾ, പ്രയാസങ്ങൾ നീങ്ങപ്പെടുന്ന ഇസ്മാണ്. വതുസ്തൻസലു ബിഹിൽ ബറകാത്തു വദ്ദഅവാത്ത്. ഒരുപാട് ബറക്കത്തുകൾ എന്ത് ചെയ്യും? ഈ
ഈ നാമത്തിലൂടെ അവന് ലഭിക്കും. ഒരുപാട് പ്രാർത്ഥനകൾ, അവൻ്റെ ഒരുപാട് വീഴ്ചകൾ പൊറുക്കപ്പെടും, അവൻ്റെ ഒരുപാട് തെറ്റുകൾ അള്ളാഹു മായ്ച്ചു കളയും, ഒരുപാട് നന്മകൾ അവനിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. ഈ നാമത്തിൻ്റെ, അള്ളാഹു എന്ന നാമത്തിൻ്റെ അതിൻ്റെ വിശദീകരണമായിക്കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അതാണ് നമ്മൾ ഇതിൻ്റെ അർത്ഥമായിട്ട് മനസ്സിലാക്കേണ്ടത്. അത് കാണാതെ പഠിക്കാൻ സാധിക്കുന്ന ആളുകൾ അങ്ങനെ പഠിച്ചു വെക്കണം. എന്താണ് അള്ളാഹു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം അറബിയിൽ പറയുകയാണെങ്കിൽ ദുൽ ഉലൂഹിയത്തി വൽ ഉബൂദിയത്തി അലാ ഖൽഖിഹി അജ്മഈൻ. ദുൽ ഉലൂഹിയത്തി വൽ ഉബൂദിയത്തി അലാ ഖൽഖിഹി അജ്മഈൻ. ഉലൂഹിയത്തുള്ളവൻ, ഉബൂദിയത്തുള്ളവൻ, അലാ ഖൽഖിഹി അജ്മഈൻ, അവൻ്റെ എല്ലാ സൃഷ്ടികളുടെയും മേൽ. അപ്പം അള്ളാഹു എന്ന് കേൾക്കുമ്പോൾ രണ്ടർത്ഥങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. അതിലൊന്നാമത്തേത്, നമ്മുടെ ആരാധ്യൻ ആരാണ്? അള്ളാഹുവാണ്. നമ്മൾ ആരാധിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ്. അല്ലാത്ത ഒരാളെയും ജീവിതത്തിൽ നമ്മൾ ഇടപെടിപ്പിക്കരുത്. അള്ളാഹുവിനെ മാത്രമാണ് നമ്മൾ ജീവിതത്തിൽ ബന്ധിപ്പിക്കേണ്ടത്. എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും എന്തുണ്ടായാലും. അതാണ് ഒന്നാമത്തെ ആശയം. രണ്ടാമത്തെ ആശയം, നമ്മൾ ആരാണ്? അള്ളാഹുവിൻ്റെ അബ്ദുകളാണ്, അടിമകളാണ്. അള്ളാഹുവിൻ്റെ മഹ്ലായ അടിമകൾ മാത്രമാണ് നമ്മൾ. അപ്പം അടിമകൾ എന്ന് പറയുമ്പോൾ ഉടമ എന്താണോ പറയുന്നത് അത് കേട്ട് ജീവിക്കുക എന്നുള്ളതാണ്. എന്തില്ല, അടിമക്ക് അവിടെ ഒരു വോയിസും ഉണ്ടാവുകയില്ല. ഉടമ പറയുന്നതനുസരിച്ച് ജീവിക്കുക. എന്തിനെന്നോട് ഇങ്ങനെ പറയുന്നു, എന്നോട് ഇങ്ങനെ പറയുന്നില്ല, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത്, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം, ഇത് ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക എന്നുള്ളതൊന്നും ആര് വിചാരിക്കുകയില്ല, ആരെ ചിന്തിക്കേണ്ടതില്ല. ഒരു അടിമ ചിന്തിക്കേണ്ടതില്ല, മറിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഉടമ പറഞ്ഞിട്ടുണ്ട്, റബ്ബ് പറഞ്ഞിട്ടുണ്ട്, റബ്ബ് നല്ലത് മാത്രമേ പറയുള്ളൂ, ഖൈറ് മാത്രമേ ഉദ്ദേശിക്കുള്ളൂ, ഷർ ഒരിക്കലും ഒരു അടിമക്ക് വരുത്തണമെന്ന് റബ്ബ് ഉദ്ദേശിക്കുകയില്ല. റബ്ബ് റഹ്മാനാണ്, റബ്ബ് റഹീമാണ്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹു എന്താണോ പറഞ്ഞത് അത് ഞാൻ കേട്ട് ജീവിക്കും എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു എന്ന് കേൾക്കുമ്പോൾ എൻ്റെ ആരാധ്യൻ, ഞാൻ ആരാധിക്കുന്നത് അള്ളാഹുവിനെയാണ്, കാരണം ഞാൻ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരടിമയാണ് എന്ന അർത്ഥമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത്. അപ്പോൾ എന്താണ് അള്ളാഹു എന്നതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുൽ ഉലൂഹിയത്തി വൽ ഉബൂദിയത്തി അലാ ഖൽഖിഹി അജ്മഈൻ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകണം. ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ റബ്ബ് എന്ന നാമമാണ് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നാമങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുവാനും ആ പഠിച്ചത് ആത്മാർത്ഥമായി ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.